ഞാൻ തൊഴിലത്ത് റോയൽ കസ്റ്റമർ സ്ഥാപനം ഇന്ന് നമ്മൾ റോയൽ എൻഫീൽഡ് തുരിപ്പിച്ചിട്ട് റോയൽ എൻഫീൽഡ് എന്തുകൊണ്ട് റോയൽ എൻഫീൽഡ് ആക്കി ഉയർത്താനുള്ള കാരണക്കാരനായ ഒരു വണ്ടിയാണ് തണ്ടർബേർഡ് എന്ന വണ്ടി. 2002 ഇറങ്ങിയിട്ടുള്ള തണ്ടർബേർഡ്, പിന്നെ 2007 ഇറങ്ങിയിട്ടുള്ള ടിൻസ്പാർക്ക്. അതായത് എപ്പോഴും തണ്ടർബേർഡിലാണ് റോയൽ എൻഫീൽഡ് എപ്പോഴും ഒരു അപ്ഗ്രേഡിങ് കൊണ്ടുവരിക. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന മെറ്റിയോറിലാണ് ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരുന്നത്. എഞ്ചിൻ നമ്മുടെ ജെസിലിസ് എഞ്ചിൻ ഇംപ്ലിമെന്റ് ചെയ്ത് ഫസ്റ്റ് മെറ്റിയോറിലാണ്. പിന്നെ അതേമാതിരി ഇപ്പം വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ വന്നിട്ടുള്ളതും തണ്ടർബേർഡ് പിന്നെ മെറ്റിയോറിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് റോയൽ എൻഫീൽഡിന്റെ ബ്രാൻഡ് റോയൽ എൻഫീൽഡ് ആക്കിയ അതിലൊരു സെഗ്മെന്റിൽ വണ്ടിയാണ് തണ്ടർബേർഡ്. അപ്പൊ ഇത് ഞാനിപ്പോ കാണിക്കുന്നത് തണ്ടർബേർഡ് എക്സ് ആണ്. അതായത് BS4 വന്ന തണ്ടർബേർഡ് എക്സ് വണ്ടിയാണ്. അത് നമ്മൾ തണ്ടർബേർഡ് പഴയ തണ്ടർബേർഡുമായിട്ട് എന്തൊക്കെ ഡിഫറൻറ്റ് ഉള്ളത് കാണിക്കുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയി തോന്നിയിട്ടുള്ള ടൂർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ചെറിയൊരു ക്രൂസർ വണ്ടിയാണ് വണ്ടി. ശരിക്കും ലോങ് റൈഡിന് പറ്റിയിട്ടുള്ള ഏറ്റവും റോയൽ എൻഫീൽഡ് സെഗ്മെന്റിൽ പറ്റിയ ഏറ്റവും ബെറ്റർ വണ്ടി. UC കാറ്റഗറി വരുന്ന ഇപ്പൊ വരുന്ന ജെസീരീസിൽ മെറ്റിയോർ ആണെങ്കിലും പഴയ കാറ്റഗറി വരുന്ന ഏറ്റവും തണ്ടർബേർഡ് തന്നെയാണ് ലോങ് റൈഡിന് പോകാൻ പറ്റിയ വണ്ടിയിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ലോങ് റൈഡ് ആയിട്ട് തണ്ടർബേർഡ് ഉപയോഗിക്കുന്നവരോട് അഭിപ്രായം ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി തണ്ടർബേർഡിന് എന്തൊക്കെ ക്വാളിറ്റി ഉള്ളത്. സിറ്റി റൈഡിന് അത്ര തന്നെ ഒരു കൺട്രോൾ മികവുള്ള വണ്ടിയല്ല. എങ്കിൽ ലോങ് റൈഡിന് ഹൈവേ റൈഡിന് പറ്റിയൊരു വണ്ടി ഇതിന് കഴിച്ചു വെക്കാൻ വേറെ വണ്ടി ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇതിന്റെ വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ അലോവീൽസ് ആണ്. അതായത് അലോവീൽസിന് ട്യൂബ്ലെസ് ടയർ ഇടാം. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ ഒരു ബാക്ക് ഡിസ്ക് ബ്രേക്കുള്ള തണ്ടർബേർഡിന് ബാക്കിൽ ഐസ് എടുത്തിട്ട് പിന്നെ പഞ്ചർ അടക്കുന്ന കുറച്ച് ഒരു ടാസ്ക് ഉള്ള പരിപാടിയാണ്. ചില ആളുകൾക്ക് അത് കഴിയില്ല. ട്യൂബിന്റെ ഡിസ്ക് ബ്രേക്കിന്റെ ട്യൂബൊക്കെ പൊട്ടിപ്പോണ വിഷയങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ പരിചയമില്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര റിസ്ക് ഉള്ള ഒരു വർക്കാണ് ബാക്കിൽ വീൽ അയച്ചിട്ട് പഞ്ചർ അടക്കാന്ന് പറഞ്ഞാൽ. അപ്പൊ അതിൽ നിന്ന് ഒരു മോചനം എന്ന നിലയ്ക്ക് ട്യൂബ്ലെസ് ടയർ ആണ് റോയൽ എൻഫീൽഡ് ജെ തണ്ടർബേർഡ് എക്സിൽ കൊടുത്തത്. അപ്പൊ നമുക്ക് റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്യൂബ്ലെസ് ടയറിൽ പിന്നെ ഒരു ഫ്ലൂയിഡും കൂടി ഒഴിച്ച പഞ്ചർ ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡ് ഉണ്ടല്ലോ പഞ്ചർ അളക്കുന്ന ഫ്ലൂയിഡ് ടയറിൽ വരുന്നുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് ഓടുക നമ്മൾ സേഫ് ആയിട്ട് വണ്ടിയിലോട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് അലോയിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ്. മാത്രമല്ല റിമ്മ് കുറച്ച് ഓടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ട്രോയിങ് ഔട്ട്, അതുകൊണ്ട് വണ്ടിക്കുന്ന മോബ്ലിങ് കാര്യങ്ങളൊക്കെ ചെറിയ വൈബ്രേഷൻ, വണ്ടി ഹാൻഡിൽ ബാർ വൈബ്രേറ്റ് ചെയ്യുക, അറുപതിന്റെ മുകളിൽ വൈബ്രേറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കും എന്നുള്ളതാണ് അലോയിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ്. പിന്നെ ലോഞ്ച് ടോർക്ക് എന്നുള്ള അലോയിൽ സാധാരണ UC വണ്ടികളിലും ടോർക്ക് അനുഭവിച്ചിരുന്ന വണ്ടികളിലൊന്നും ഒരിക്കലും നിങ്ങൾ അലോവീൽസ് യൂസ് ചെയ്യരുത്. അതിപ്പോ പുതിയ ജെ സീരീസ് സ്റ്റാൻഡേർഡിലൊക്കെ അലോവീൽ കൊടുക്കുന്നില്ല. അപ്പോൾ ചില ആളുകൾ അലോവീൽ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോർക്ക് ആസ്വദിച്ച് പോകുന്ന ആളുകൾ ഒരിക്കലും അലോവീൽ സെലക്ട് ചെയ്യാതെ അതൊക്കെ ഏറ്റവും ബെറ്റർ കേട്ടോ. അത് സ്പോക്ക് വീലിൽ നിന്ന് ഉപയോഗിക്കുക. പക്ഷേ ട്യൂബ്ലെസ് ടയർ എന്നുള്ളത് ലോങ് റൈഡിന് പോകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്, യാതൊരു സംശയമില്ല. പിന്നെ പഴയ തണ്ടർബേർഡ് വന്നിട്ടുള്ളത് മാറ്റം, മറ്റേ സ്പ്ലിറ്റ് സീറ്റ് ആയിരുന്നു കൊടുത്തേക്ക് നോക്കുക. ഇതാണ് തണ്ടർബേർഡ് വരുന്നത്. തണ്ടർബേർഡിൽ ട്വിൻ സീറ്റാണ് കൊടുത്തത്, ഡബിൾ സീറ്റാണ് കൊടുത്തത്. അപ്പൊ അതേമാതിരി തന്നെ പഴയ തണ്ടർബേർഡിൽ വേറെ അഡ്വാൻറ്റേജ് ആയിരുന്നു, നമുക്ക് പുറകിലെ സീറ്റ് അയച്ച് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കെരുവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ലഗേജോ കാര്യങ്ങളൊക്കെ ടൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് സിംഗിൾ സോളോ റൈഡൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ ആയിരുന്നു. പിന്നെ ഫസ്റ്റ് 2013 വരെയുള്ള വണ്ടിയിൽ ഒരു പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു പ്ലേറ്റ് കൊടുത്ത് ശരിക്ക് ഒരു കെരുവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല തണ്ടർബേർഡിൽ നല്ലൊരു പില്ലർ റൈഡേഴ്സ് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ഹെവി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ക്വാളിറ്റിയിലെ ഒരു ഇതാണ് സാധനം കേട്ടോ. അപ്പം ബാക്കിലിരിക്കുന്ന ആളുകൾ നല്ലൊരു കംഫർട്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ അത് തണ്ടർബേർഡ് എക്സ് ആയ സമയത്ത് ഇത് പൂർണ്ണമായിട്ട് ഒഴിവായി. ഇത് എക്സ്ട്രാ ഒരു കെയർ ആക്സറീസ് ആയി ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇത് ഇതിന്റെ മുകളിൽ ഉണ്ടാവും, ജസ്റ്റ് ഗ്രാബ് റെയിൽ മാത്രം ഇതിൽ കൊടുത്തേക്കുന്നത്. അത് ഒരു നല്ലൊരു നെഗറ്റീവാണ്. ഇനി കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണോ അതല്ല ഒന്നും കൂടി സ്പോർട്ടി ആക്കുന്നതിന് ഭാഗമായിട്ടാണോ എന്താണെന്ന് അറിയില്ല. സ്പോർട്ടി ആക്കുന്ന ഭാഗമായിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു വണ്ടിയുടെ ഡിസൈൻ വൈസ് ആ ഒരു ഗ്രാബ് റൈഡിനായിരുന്നു ഭംഗി. പക്ഷേ പ്രാക്ടിക്കൽ വൈസ് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. ലോങ് റൈഡിന് പോകുന്ന ആളുടെ ബാക്കിലുള്ള സപ്പോർട്ട്, ധൈര്യത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റിയ ബാക്ക് സീറ്റ് സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ബാക്കിൽ മഡ്ഗാർഡ് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് തണ്ടർബേർഡിന് വരുമ്പോൾ കുറച്ച് താഴോട്ടുണ്ടായിരുന്നു, നോക്കാം കുറച്ചുകൂടി താഴോട്ടായിരുന്നു. ചളിയൊന്നും വല്ലാതെ മുകളിലേക്കും തെറിക്കില്ല. പക്ഷെ തണ്ടർബേർഡ് എക്സ് ആയ സമയത്ത് കുറച്ചുകൂടി കട്ട് ചെയ്തിട്ടുണ്ട്. സ്പോർട്ടി ആക്കുന്നൊരു ഭാഗമായിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റ് പിന്നെ മയത്ത് പോകണമെങ്കിൽ ചളി നേരെ പെരടിക്ക് മുകളിലോട്ട് പോകട്ടെ. എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു കവറിങ് കൊടുത്തില്ല, അത്യാവശ്യം നല്ല ചളി മുകളിലേക്ക് തെറിച്ചു. അതൊരു മൈനസ് തന്നെയാണ്. പിന്നെ വന്നേക്കുന്നത് തണ്ടർബേർഡ് കംപ്ലീറ്റ് ബ്ലാക്ക് സൈലൻസറാണ് കൊടുത്തേക്കുന്നത്. ഇതിലാവുമ്പം ക്രോം സൈലൻസറാണ് കൊടുത്തേക്കുന്നത്, ക്രോം CPU സൈലൻസറാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതൊന്നും അല്ല, ഇതിന്റെ ഒരു ടൂറർ എന്ന നിലയ്ക്ക് ഏറ്റവും ഒരു നല്ലൊരു ഓപ്ഷൻ ഒരു കട്ട് ചെയ്യുന്ന ഹാൻഡിൽ ബാർ തന്നെയാണ്. ഇത് നോക്കുക, പക്ക ഒരു ഷോർട്ട് ഹാൻഡിലാണ് വണ്ടി കൊടുത്തത്. ഞാൻ കയറി ഇരുന്ന് കാണിച്ചു തരാം.
അല്ല, ഇത് പക്ക ഒരു ഷോർട്ട് ഹാൻഡിൽ, നമ്മൾ കൈ നീട്ടി പിടിച്ചിട്ട് റൈഡ് ചെയ്യേണ്ട ഒരു പൊസിഷൻ ആണ്. പക്ഷെ ഇത് ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് സിറ്റി റൈഡിന് കൺട്രോൾ മികവ് വളരെ പെർഫെക്റ്റ് ആയിരിക്കും ഈ വണ്ടി ഒരു ഹാൻഡിൽ ബാർ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ലോങ് റൈഡിന് ഈ വണ്ടി പറ്റില്ല, കാരണം ഷോൾഡർ പെയിൻ നീ പെയിൻ ഒക്കെ വരും. അതുകൊണ്ട് ഒരു കാര്യം നോക്കുക. അതുപോലെ ഇതിൽ വന്ന ഹാൻഡിൽ ബാർ നോക്കുക. ഇതാണ് ക്രൂസിംഗ് ഹാൻഡിൽ ബാർ. ഇത് തണ്ടർബേർഡ് ഇറക്കിയ കാലം മുതൽ ഈ ഒരു ഹാൻഡിൽ ബാർ ആണ്, ഈ ഒരു ഡിസൈനിലെ ഹാൻഡിൽ ബാർ ആണ് റോയൽ എൻഫീൽഡ് ഫോളോ ചെയ്യുന്നത്. അത് എക്സ് ആയ സമയത്ത് മാത്രമാണ് ഒരു സ്പോർട്ടിനെസിന്റെ ഭാഗമായിട്ട് വരുത്തിയ ഒരു മാറ്റം. വലിയൊരു പോരായ്മ തണ്ടർബേർഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഹാൻഡിൽ ബാർ വെച്ച് റൈഡ് ചെയ്യാൻ അതുകൊണ്ട് എന്റെ കൈ ഉണ്ടല്ലോ ഇപ്പൊ ഫുൾ ഫ്രീ ആയി. ഇത് പിടിക്കുന്നത് ഫുള്ള് ഫ്രീ ആയി. പിന്നെ അതുപോലെ തന്നെ ഒരു ഫോർവേഡ് കൺട്രോൾ നോക്കുക. ബ്രേക്കും ഗിയർ ഷിഫ്റ്റ് ആണെങ്കിൽ ഫോർവേഡ് കൺട്രോൾ ക്ലാസിക്കിനേക്കാളും കുറച്ചുകൂടി മുന്നോട്ടാക്കിയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒന്ന് ഗിയർ ഷിഫ്റ്റിങ് കാല് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ രീതിയിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് കാല് റിലാക്സ് ആയി നിന്നുകൊണ്ട് ഗിയർ ഷിഫ്റ്റും ബ്രേക്കിംഗ് ഉപയോഗിക്കാൻ പറ്റും. അത് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അത് ക്രൂസർ വണ്ടിക്ക് ഉണ്ടാകുന്ന ഒരു മികവാണ്. അത് വേണം, നിർബന്ധമായിട്ട് വേണം. പിന്നെ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ തണ്ടർബേർഡിന് വന്ന ഈ ഒരു ഉള്ളിൽ മൾട്ടി റിഫ്ലക്ടർ കംപ്ലീറ്റ് ഫുള്ള് ക്രോം കളർ തന്നെയാണ് ഉള്ളത്. പക്ഷെ തണ്ടർബേർഡ് എക്സ് ആവുമ്പം അതല്ല, ഈ റൗണ്ട് ഏരിയ മാത്രമാണ് നമുക്ക് ബ്ലാക്കിലേക്ക് വരുത്തിയിട്ടുള്ളത്. കാരണം ബൾബിന്റെ ഭാഗം മാത്രം നമ്മൾ റിഫ്ലക്ടർ നിലനിർത്തിക്കൊണ്ട് ബാക്കിയൊക്കെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതേമാതിരി മീറ്റർ ബ്ലാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ ആ ഒരു ഒരു പഴയ മോഡൽ മാറ്റി കുറച്ച് സ്പോർട്ടി ലുക്കിലേക്ക് കൊണ്ടുവന്നുണ്ട്. ഇത് ബ്ലാക്ക് ആയി കൊണ്ടുവന്നുണ്ട്. മറിച്ച് ഇത് പഴയ മോഡൽ തന്നെ ഒരു ട്രഡീഷണൽ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിൽ നമുക്ക് റോയൽ എൻഫീൽഡ് കൊടുക്കുന്നത്. അതേമാതിരി ഇൻഡിക്കേറ്റർ കംപ്ലീറ്റ് ക്രോം തന്നെ ആയിരുന്നു. ഇതിലേക്ക് ഒന്ന് കുറച്ച് ബ്ലാക്ക് ആയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു പ്രൈസ് ഡിഫറൻറ്റ് വരുന്നുണ്ട് പാർട്സിനൊക്കെ കേട്ടോ. പിന്നെ 41 mm ടെലിസ്കോപ്പ് സസ്പെൻഷൻ ആണ് കൊടുത്തേക്കുന്നത്. നല്ല കൺട്രോൾ മികവുള്ള ഫോർക്ക്. പിന്നെ ഇതന്നെ ട്രാവലിംഗ് ഉണ്ട്, അത്യാവശ്യം ട്രാവലിംഗ് ഇതിനുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കംപ്ലീറ്റ് ഫുൾ ബ്ലാക്ക്. പിന്നെ ഇതിന്റെ സ്പോക്ക് വീല് കാരണം നിങ്ങൾ തണ്ടർബേർഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടാങ്കിങ് കപ്പാസിറ്റി സെയിം തന്നെയാണ് വരുന്നത്, ഡിഫറൻറ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൽ വരുന്നത് ഇത് എടുക്കുകയാണെങ്കിൽ ശരിക്കും അലവിൽസ് കാറ്റിക്ക് 14 വില 14 സംതിങ് ആണ് അലവിൽ വരുന്നത് എൻ്റെ ഒരു അറിവ്. പക്ഷെ അലവിൽ ആക്കി കഴിഞ്ഞാൽ സുന്ദരമായിട്ട് ലോങ് റൈഡിനെ പറ്റിയ വണ്ടി തണ്ടർബേർഡ് ആണ്, എക്സ് അല്ല. എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഹാൻഡിൽ ബാർ മാറ്റി കൊടുക്കുക. അതേമാതിരി ബാക്കിലുള്ള പില്യൻ സീറ്റ് റെസ്റ്റ് വെച്ച് കൊടുക്കുക. അല്ല, ഇതാണ് എടുക്കുന്നതെങ്കിൽ അലവിൽസ് ആണ്. ഇത് കുറച്ചുകൂടി കോസ്റ്റ് കട്ടിങ് വില കുറഞ്ഞ് കുറച്ചുകൂടി കിട്ടും. പഴയ മോഡലാകുമ്പോൾ എക്സിന് കുറച്ചൊരു വില കൂടുതലായിരിക്കും, കുറച്ചുകൂടി ഹൈ ലെവലിലേക്ക് നിൽക്കുന്നത്. അത് BS4 ആണ് വരുന്നത്. ഇത് BS3 ആണ് വരുന്നത് കേട്ടോ. BS3 ആണ് വരുന്നത്. വലിയ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല വണ്ടിക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ സർവീസ് ചെയ്താൽ പോകുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു കൊണ്ടുപോകാൻ നല്ല മിഡ് റേഞ്ച് ടോർക്ക് വരുന്ന വണ്ടിയാണ്. ലോ എൻഡ് ടോർക്ക് കുറച്ച് കുറവായിരിക്കും. അതേപോലെ ഹൈ സ്പീഡിലൊന്നും യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി ഞാൻ പറയുന്നത് നല്ല മിഡ് റേഞ്ച് 60-80 സ്പീഡിലൊക്കെ അത്യാവശ്യം ക്രൂസ് ചെയ്ത് പോകാൻ പറ്റിയ വണ്ടിയാണ്. ഹെഡ്ലൈറ്റ് ഒക്കെ അത്യാവശ്യം നല്ല ഒരു പ്രൊജക്ടർ ടൈപ്പ്, പ്രൊജക്ടർ എന്ന് പക്കാർ പ്രൊജക്ടർ എന്ന് പറയാൻ പറ്റില്ല, പ്രൊജക്ടർ തന്നെയാണ് ഹെഡ്ലൈറ്റ്. ഹാൻഡിൽ ബാർ. പിന്നെ പഴയ മോഡൽ വന്ന മിറർ എന്ന് പറഞ്ഞാൽ ഇതല്ല. പഴയ മോഡൽ മിറർ വന്ന ശരിക്കും ഒരു പൾസറിന്റെ ടൈപ്പ്, കുറച്ച് ഒരു ക്യാപ്സൂൾ ടൈപ്പ് ആയിരുന്നു. പക്ഷേ ക്യാപ്സൂൾ ടൈപ്പിന് ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ബാക്കിൽ നല്ലൊരു വ്യൂ കിട്ടും. തണ്ടർബേർഡ് എക്സിലേക്ക് വന്ന സമയത്ത് നമുക്ക് റൗണ്ട് കൊടുത്തിട്ടുണ്ട്. റൗണ്ടിലേക്ക് സ്റ്റാൻഡേർഡൊക്കെ മാതിരിയുള്ള ഒരു മിററാണ് തണ്ടർബേർഡ് എക്സ് കൊടുത്ത്. അത് ബാക്ക് വ്യൂ കുറച്ചൊന്ന് കുറയുന്നുണ്ട്. പക്ഷെ പഴയ മോഡൽ ഒരു ക്ലാസിക് ലുക്ക് അല്ല, ഒരു ക്യാപ്സൂൾ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ശരിക്കും ബാക്കിലേക്ക് വ്യൂ കറക്റ്റ് ചെയ്ത് കിട്ടുമായിരുന്നു പഴയ മോഡൽ മിററിൽ. അപ്പോൾ ഇതാണ് തണ്ടർബേർഡ് എക്സ് തമ്മിലുള്ള മാറ്റം വന്നിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സെയിം തന്നെയാണ്. BS4 ആണെന്നുള്ള മാറ്റമുള്ളൂ. ഇവിടെ തണ്ടർബേർഡ് എന്നുള്ള സ്റ്റിക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുമാതിരി തന്നെ തണ്ടർബേർഡ് എക്സിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ആ ഒരു 3D സ്റ്റിക്കർ തന്നെയാണ് തണ്ടർബേർഡ് 350 കൊടുത്ത്. അപ്പോൾ ഈ ഒരു മാറ്റം മാതിരി രണ്ട് വണ്ടിയും തമ്മിലുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് തന്നെയാണെങ്കിൽ ലോങ് റൈഡ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഗോ ഫോർ തണ്ടർബേർഡ് എന്ന് ഞാൻ പറയുള്ളൂ. അത് ഉപയോഗിച്ച ആളുകൂടെ പറയാം. വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നല്ല വണ്ടി നോക്കി എടുക്കുക. അതായത് ഡീസന്റ് ആയിട്ട് യൂസ് ചെയ്ത് വണ്ടികൾ എടുക്കുക. എന്നാൽ നിങ്ങൾ ആ വണ്ടി നിങ്ങളെ ആസ്വാദനം നൽകിയ യാത്ര ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.